ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ലേപാക്ഷി സീരീസിലെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേപാക്ഷിയിലെ വീരഭദ്രസ്വാമി ടെമ്പിളിലെ അകത്തെ കാഴ്ചകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ കാണുവാനായിട്ടുള്ളത് നന്ദി ശില്പവും പിന്നെ ജഡായു പാർക്കുമാണ്. ടെമ്പിളിൻ്റെ അടുത്ത് നിന്നും ഏകദേശം 500 മീറ്റർ മാത്രമേ ഉള്ളൂ നന്ദി ശില്പത്തിൻ്റെ അടുത്തേക്ക്. ഇതാണ് നന്ദി ശില്പം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെട്ടു പോരുന്ന ഒരു ശില്പമാണിത്. ഒറ്റ ഗ്രാനൈറ്റ് കൊണ്ടാണ് ലേപാക്ഷിയിലെ നന്ദി നിർമ്മിച്ചിരിക്കുന്നത്. ശ്രാവണ ബലഗോളയിലെ ഗോമതേശ്വരം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏകശിലാഘടനയാണ് ഏകശിലാ നന്ദി ശില്പം എന്ന് പറയപ്പെടുന്നു. ഇതിന് 20 അടി ഉയരവും 30 അടി നീളവുമുണ്ട്. നന്ദി പ്രതിമ ഒരു മാല, ചെറിയ കുമ്പുള്ള മണിച്ചെയിൻ എന്നിവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ലേപാക്ഷിയിലെ വീരഭദ്രസ്വാമി ടെമ്പിൾ, അതായത് ലേപാക്ഷി ടെമ്പിൾ നിർമ്മിച്ച വിജയനഗര സാമ്രാജ്യകാലത്ത് തന്നെയാണ് ഈ നന്ദി ശില്പത്തിൻ്റെയും നിർമ്മാണം. നന്ദി ശില്പം നിൽക്കുന്ന അടുത്ത് നിന്നും റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ജഡായു തീം പാർക്കിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. റോഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറന്ന് നിൽക്കുന്ന ജഡായുവിനെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് പോകുവാനുള്ള റൂട്ടാണ്. ഇവിടെ നിന്നും കുറച്ച് ഉള്ളിലേക്ക് നടന്നു കയറുവാനായിട്ടുണ്ട്. ജഡായു പാർക്കിലേക്കുള്ള എൻട്രിക്കായി 10 രൂപ എൻട്രി ഫീസായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഈ പാർക്കിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ പാറയുടെ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള വഴിയുണ്ട്. നമ്മൾ പയ്യെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഒരു കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ പുറകിൽ കൂടെ മുകളിലേക്ക് കയറുവാനുള്ള വഴി കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെപ്പുകളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് പയ്യെ മുന്നോട്ട് കയറി അതിൻ്റെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് മുകളിലേക്ക് കയറുവാനായിട്ട് വളരെയധികം സംരക്ഷിത രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 2 സൈഡിലും കൈവരികളോട് കൂടിയ സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് പയ്യെ മുകളിലേക്ക് കയറി പോകാം.
ഇപ്പോൾ നിൽക്കുന്നത് ജടായുപ്പാറയുടെ മുകൾ ഭാഗത്താണ്. നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് ജടായു. അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതിൽ കയറി വരാനായിട്ട് ഇത്രയും താഴത്തുനിന്ന് വേണം നമ്മൾ നടവഴി കയറി വരുവാനായിട്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് നടന്നു വരുന്ന വഴി. ആ താഴെ കാണുന്നത് സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് ഇതുവഴി ഇതിൻ്റെ ഇവിടെ ചുറ്റുമുള്ള കാഴ്ചകൾ ഒന്ന് കാണാം. നമ്മുടെ ഈ പുറകുവശത്ത് കാണുന്നതാണ് ലേപാക്ഷി ടൗണ്. അവിടെ അമ്പലവും കാണാൻ സാധിക്കും. എന്താണെന്നറിയില്ല, ജടായു നിൽക്കുന്ന ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ജടായു പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പയ്യെ താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ലേപാക്ഷിയിലെ നമ്മുടെ വീഡിയോകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർ ആന്ധ്രാപ്രദേശ് ടൂറിസം വകുപ്പിൻ്റെ ഒരു ഹോട്ടൽ സൗകര്യം ഇവിടെ ലഭ്യമാണ്.